ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കോവയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് കോവയ്ക്ക നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മുളക് പൊടി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. കോവയ്ക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കോവയ്ക്ക വേവാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. കോവയ്ക്ക ഇവിടെ 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് കിട്ടണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.